കോൺഗ്രസിന്റെ നിരന്തര പരാജയത്തെ തുടർന്ന് അമരത്തേക്ക് ഒരു ഉശിരിന്റെ ആർജവത്തിന്റെ മുഖമാവണം എത്തേണ്ടത് എന്ന് പാർട്ടി അണികളുടെ ആവശ്യത്തിന്റെ മുകളിൽ ഇടതിന്റെ ഉരുക്കുകോട്ടയായിരുന്ന കണ്ണൂരിൽ കൊണ്ടും കൊടുത്തും പാർട്ടിയെ വളർത്തിയ കണ്ണൂരുകാരൻ കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ പാർട്ടിയുടെ പ്രധാന മുഖമാകുന്നു. CUC അടക്കം പാർട്ടിയെ താഴെത്തട്ടിൽ നിന്ന് വളർത്തിയെടുക്കുവാൻ ശ്രമിച്ച സുധാകരന് ആദ്യഘട്ടത്തിൽ പാർട്ടി പൂർണ്ണ പിന്തുണ നൽകിയെങ്കിലും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം ഘട്ടം ഘട്ടമായി ഉയരുകയും ഒടുവിൽ നേതൃനിരയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തന്നെ നടത്തുന്ന പ്രസ്താവനകളല്ലാതെ മുഖ്യധാരയിലേക്ക് കണ്ടിട്ടില്ല. ഇപ്പോൾ സുധാകരനെ പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന വിവാദം ഉയർന്നിരിക്കുകയാണ്. സമരസംഗമ പരിപാടിയുടെ പോസ്റ്ററിൽ നിന്ന് കെ സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അനുയായികൾ അത് വിവാദമാക്കുകയും ചെയ്തു. വിവാദത്തിന് പിന്നാലെ സമരസംഗമത്തിന് പുതിയ പോസ്റ്ററുമായി കോൺഗ്രസ് എത്തി. മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തിയുള്ള പുതിയ പോസ്റ്റർ പുറത്തിറക്കുകയും ചെയ്തു. സുധാകരന്റെ സന്തത സഹചാരി ജയന്ത് ദിനേശ് അതൃപ്തി പ്രകടമാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. കെ സുധാകരന്റെ അനുകൂലികൾ അത് ഏറ്റെടുത്തിരുന്നു. ഇതിനുശേഷമാണ് സുധാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റർ ഇറക്കിയത്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജൂലൈ 14 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടത്തുന്ന സമരസംഗമത്തിന്റെ പോസ്റ്ററിലായിരുന്നു കെ സുധാകരന്റെ ചിത്രം ഇല്ലാതിരുന്നത്. ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ സമരസംഗമം എന്ന പ്രതിഷേധ പരിപാടിയുടെ പോസ്റ്ററാണ് വിവാദമായത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ്, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ചിത്രമായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പോസ്റ്ററിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ജയന്ത് രംഗത്തെത്തിയിരുന്നു. കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന്റെ ജില്ലയിൽ പാർട്ടിയുടെ സമരപരിപാടി നടക്കുമ്പോൾ പോസ്റ്ററിൽ ആ തല ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുഖവും പേരും പറിച്ചെടുക്കാൻ കരുത്തുള്ളവർ ആരും തന്നെ ജനിച്ചിട്ടില്ല എന്നതായിരുന്നു ജയന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകേണ്ട അവസ്ഥയിൽ പാർട്ടി നേതാക്കന്മാർ ചിത്രത്തിന്റെ പേരിൽ പിണക്കം പ്രകടിപ്പിക്കുന്നതും അനുയായികൾ അത് ചർച്ചാ വിഷയമാക്കുന്നതും പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല എന്ന് സാരം.